मंदिर से जुड़े विषयों को अछूत मानती थी, वो आज हिंदुओं की हितैषी बनने का नाटक कर रही है, दिखावा कर रही है, लोगों को गुमकार रही है। मैं साफ साफ कहना चाहता हूं, एनडीए सरकार बनने के बाद एलडीएफ, यूडीएफ को उनके अपराध की सजा मिलकर रहेगी और जो लूटा है वो लौटाना पड़ेगा। स्वामी अयप्पा और उनके भक्तों के आक्रोश के आगे ये लोग बच नहीं पाएंगे। പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ കൊള്ള സംഭവിച്ചിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്താണ് എങ്കിലും ആ കൊള്ള നടത്തിയ ആൾക്കാരുടെ ചരട് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ അടുത്തേക്കാണ് നീളുന്നത്. ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നും ഇടതുപക്ഷക്കാർ. അതുകൊണ്ടാണ് അവർ ശബരിമലയിലെ കേസ്, സ്വർണ്ണക്കൊള്ള കേസ് സിബിഐക്ക് കൈമാറാത്തത്. നേരെ മറിച്ച് കോൺഗ്രസ് ആകട്ടെ എന്നും ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങളെ തൊട്ടുകൂടാത്തതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാകട്ടെ അവർ ഹിന്ദുക്കളുടെ അഭ്യുദയകാംക്ഷികളായി നടിച്ച് ഇന്ന് നാടകം കളിക്കുകയാണ്. ഞാൻ പറയുന്നു, എൻഡിഎ സർക്കാർ വന്നാൽ ഈ രണ്ട് കൂട്ടർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന കാര്യം ഞാൻ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാമി അയ്യപ്പന്റെയും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെയും കോപത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ ആവില്ല. ये कांग्रेस वाले, ये यूडीएफ वाले, वो एलडीएफ वाले, हर चीज में झूठ बोलना ये जैसे उनका स्वभाव बन गया है। देश को गुमराह करना ये उनका स्वभाव बन गया है। जब सीएए लाए तो देश को इतना झूठ बोला, आज सीएए लागू हुआ, देश को कोई नुकसान नहीं हुआ है। झूठ बोलने में माहिर है। केरलम फाइल्स आई फिल्म तो भी बोलने लगे सब झूठ है। कश्मीर फाइल आई तो बोलने लगे सब झूठ है। धुरंधर फिल्म आई तो बोलने लगे झूठ है। कुछ भी करो बता देना, झूठ फैला देना। इन दिनों एफसीआरए को लेकर के भी ऐसा ही झूठ फैलाया जा रहा है। यूसीसी के लिए ऐसा ही झूठ फैलाया जा रहा है। गोवा में यूसीसी है, दशकों से है, लेकिन झूठ फैलाना, एफसीआरए के लिए झूठ फैलाना, सीए के लिए झूठ फैलाना, धुरंधर जैसी फिल्म के लिए झूठ फैलाना, केरलम फिल्म के लिए झूठ फैलाना, कश्मीर फाइल फिल्म के लिए झूठ फैलाना, ये झूठ फैलाने का कारोबार लेके बैठे हुए हैं। പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് ആകട്ടെ, യുഡിഎഫ് ആകട്ടെ, എൽഡിഎഫ് ആകട്ടെ, ഇടതുപക്ഷമാകട്ടെ, എല്ലാവരും കള്ളം പറയുന്നത് അവരുടെ സ്വഭാവമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ദേശത്തെ അപമാനിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അവർ രാജ്യം മുഴുവൻ കള്ളപ്രചരണങ്ങൾ നടത്തി. ആരുടെയൊക്കെ പൗരത്വമില്ലാതെയായി പോകുന്നു എന്ന തരത്തിൽ. എന്നാൽ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് നമ്മൾ കണ്ടു. കാശ്മീർ ഫയൽ സിനിമ വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കള്ളത്തരമാണ്. കേരള സ്റ്റോറി വന്നപ്പോൾ അതിനെതിരെ വ്യാജ പ്രചരണം നടത്തി. ഇപ്പോൾ ദുരന്തർ സിനിമ വന്നപ്പോൾ അതിനെതിരെയും അവർ കള്ളപ്രചരണം നടത്തുകയാണ്. എന്തു ചെയ്താലും അവർ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം അവരിപ്പോൾ എഫ്സിആർഎ നിയമത്തിനെതിരെയും കള്ളം പറയുകയാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെതിരെ കള്ളം പറയുന്നു. എല്ലാ കാര്യത്തിനും അവർ കള്ളം പറയുന്നത് കൊട്ടേഷൻ എടുത്തവരായി മാറിയിരിക്കുകയാണ്. मैं आप सबका बहुत बहुत धन्यवाद करता हूं। मेरे साथ बोलिए, दोनों हाथ ऊपर करके बोलिए, भारत माता की, भारत माता की, भारत माता की, भारत माता की, वंदे 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 वंदे